ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ടർ ഈറ്റിൻ്റെ ഡേ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാട്ടർ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ടേബിളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബീഫ് കറിയും അതുപോലെ തന്നെ പുട്ടുമാണ് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബീഫ് കറിയും ദോശയും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിക്കുന്നത് 2 ദോശയും അതുപോലെ തന്നെ ബീഫ് കറിയുമാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ 1 കപ്പ് ചൂട് ചായയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം ചൂടോട് കൂടിയിട്ട് ചൂട് പുട്ടും അതുപോലെ തന്നെ ചൂട് ദോശയും ചൂട് ബീഫ് കറിയും ചൂട് ചായയും എല്ലാം ചൂടോട് കൂടിയിട്ട് ടേബിളിലേക്ക് എടുത്തു. നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ ഈ ബീഫ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബീഫ് വിത്ത് ബോണാണ് നമ്മൾ വാങ്ങിച്ചതും. അതുകൊണ്ട് തന്നെ ബീഫിൽ കുറച്ച് കൂടുതൽ ബോൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മുടെ ഇവിടെ ബീഫിനൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നാട്ടിലെന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും പറ്റുന്ന പോലെ ഇടയ്ക്ക് ബീഫ് വറ്റിച്ചും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തും റോസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഇന്ത്യൻ ബീഫിനേക്കാളും കൂടുതൽ പാകിസ്ഥാൻ ബീഫെന്നും പറഞ്ഞിട്ട് പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇന്ത്യൻ ബീഫിനേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോണാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 ദോശയും അതുപോലെ തന്നെ കുറച്ച് ബീഫും ബോണും ഒക്കെ ചേർത്തിട്ട് നല്ല 1 കപ്പ് ചൂട് ചായയും എല്ലാം കൂടെ ചേർന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ് ബീഫും അതുപോലെ തന്നെ ദോശയും. അപ്പോൾ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൂടുതൽ വാട്ടർമെലൺ കട്ട് ചെയ്ത് അത് കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 1:30, 2 ഒക്കെ ആയപ്പോഴത്തേനും ലഞ്ച് ടൈമായി. അപ്പോൾ കഴിക്കാനായിട്ട് ഇന്ന് ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 കൂട്ടം ഐറ്റംസാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ ചൂട് ചോറ്, പിന്നെ പപ്പടം കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കുഞ്ഞൻ മത്തി കുറച്ച് കൂടുതൽ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിത്തീയലാണ്. തേങ്ങയൊക്കെ വറുത്ത് അരച്ച് ചേർത്തിട്ടുള്ള ഉള്ളിത്തീയൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പാവയ്ക്ക തീയൽ വെച്ചായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിത്തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിത്തീയൽ വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ നന്നായിട്ട് തീയലിന് വെച്ചപ്പോഴത്തേന് ഉള്ളിയൊക്കെ ഒന്ന് വറ്റി വെന്ത് അലിഞ്ഞു. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിത്തീയലായതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ തോരനോ മെഴുക്കുപുരട്ടിയോ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് കുറച്ച് കുഞ്ഞൻ മത്തി പൊരിച്ചതും കുറച്ച് പപ്പടം പൊരിച്ചതും മാത്രം റെഡിയാക്കിയത്. കാരണം അത്രത്തോളം ടേസ്റ്റായിരുന്നു ഈ ഉള്ളിത്തീയൽ കഴിക്കാനായിട്ട്. ഈ ഉള്ളിത്തീയൽ റെഡിയാവുന്ന സമയത്ത് ഞാനൊരു ദോശ ഒക്കെ ചേർത്തിട്ട് കഴിച്ചു നോക്കി. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമുക്ക് തീയലിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഉള്ളി കൊണ്ട് തീയൽ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പാവയ്ക്ക കൊണ്ട് തീയൽ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക തീയൽ എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം മധുരമായിട്ട് നമുക്ക് 1 പീസ് പ്ലം കേക്ക്, കുറച്ച് കൂടുതൽ നട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള 1 പീസ് കേക്ക് കഴിച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും കുറിക്കാൻ തോന്നിയപ്പോൾ കുറച്ച് ചിപ്സും 2 അച്ചപ്പം ഒക്കെ എടുത്ത് അത് കഴിച്ചു. പിന്നെ ഒരു 5:30, 6 ഒക്കെ ആയപ്പോഴത്തേന് ടീ ടൈമായി. അപ്പോൾ 1 കപ്പ് ചൂട് ചായയും പിന്നെ നമ്മൾ കുറച്ച് റസ്ക്കും അതുപോലെ തന്നെ ചിപ്സും പിന്നെ നമ്മുടെ അരിഞ്ഞുറുക്ക് ഭയങ്കര ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ ഷാർജ ഡിബ്ബ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പൂരി റെഡിയാക്കാം എന്നാണ്. പിന്നെ നമ്മുടെ രാവിലത്തെ ബീഫ് കറി എക്സ്ട്രാ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഡിന്നറിനും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൂരി ഓരോന്നായിട്ട് ഓയിലിൽ പൊരിച്ച് കോരുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങിയൊക്കെ ഓരോ പൂരി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചൂടോട് കൂടിയിട്ട് അപ്പോൾ കഴിക്കുന്നില്ല. നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് പൊരിച്ചതിന് ശേഷം കാസ്ട്രോളിലിട്ടിട്ട്
കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്ന് പൂരി നമ്മൾ വറുത്ത് കോരുകയാണ്. അപ്പോൾ പൂരിയുടെ കൂടെ ഇന്ന് നമ്മൾ കഴിക്കാനായിട്ട് പൂരിയും അതുപോലെ തന്നെ ബീഫ് കറിയുമാണ്. ചപ്പാത്തിയും പൂരിയും അതുപോലെ തന്നെ ബീഫും പൂരിയും, ദോശ പൂരി അതൊക്കെ എനിക്ക് ദോശയും അതുപോലെ തന്നെ ബീഫ് കറിയും, ദോശയും ബീഫ് കറിയും അതുപോലെ തന്നെ പൂരിയും ബീഫ് കറി, ചപ്പാത്തി ബീഫ് കറിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അതിന് ശേഷം നമ്മുടെ ഡിന്നറും കാര്യങ്ങൾ ഞാൻ ടേബിളിലേക്ക് അടുപ്പിച്ച് വെച്ചു. നമുക്കെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൂരി ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് കാസ്ട്രോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ബീഫ്, രാവിലത്തെ ബീഫായിരുന്നു. അപ്പോൾ ബീഫ് കുറച്ച് കൂടുതൽ കൂട്ടി വെച്ചായിരുന്നു. നമ്മൾ ബീഫ് വിത്ത് ബോൺ കറി ഉണ്ടല്ലോ, കുറച്ച് കൂടുതൽ വെച്ചായിരുന്നു. അപ്പോൾ അത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കിയത്. പിന്നെ ഉച്ചയ്ക്കെന്തോ നമുക്ക് ചോറിന് ബീഫ് കറിയും കാര്യങ്ങളൊന്നും കൂട്ടാൻ തോന്നിയില്ല. ആ ഉള്ളിത്തീയലും ആ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉള്ളത് കൊണ്ട് അത് കൂട്ടി കഴിക്കാനേ തോന്നിയുള്ളൂ. അപ്പോൾ അത് എൻ്റെ ഡിന്നർ എന്ന് പറയുന്ന ഒരു 2-3 പൂരിയും ആവശ്യത്തിന് കറിയൊക്കെ എടുത്ത് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇടയ്ക്കുള്ള സ്നാക്ക് വിശേഷങ്ങളും അതുപോലെ തന്നെ ഡിന്നർ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഹോംലി മീൽസാണ്, ഹോം മെയ്ഡ് ഡിഷസാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, ഇതൊക്കെ വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. വീക്കെൻഡ്സിലാണ് നമ്മൾ പുറത്ത് പോയി കഴിക്കലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും പാഴ്സൽ വാങ്ങിക്കലോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കൂടുതലും വീക്കെൻഡ്സിലാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.